ഒരു T20യേക്കാൾ ത്രില്ലും വാശിയും ഫ്ലേവറൊക്കെ കൂടി ചേർന്നൊരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയായിരുന്നു പെർത്തിൽ വന്നത്. ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോളിനെ അതിനേക്കാൾ വലിയൊരു എന്താ പറയുക, നമ്മൾ ഹെഡ് ബോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. ആ രീതിയിൽ അടിച്ചോടിക്കുക എന്നൊക്കെ പറയുന്നൊരു പ്രയോഗമുണ്ട്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ഓസ്ട്രേലിയ നടപ്പിലാക്കിയത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഒരു കളി തീർത്ത് ഒരു മേധാവിത്വം 1-0 ഒരു ലീഡും നിർണായകമായ ആഷസിൽ ഓസ്ട്രേലിയ നേടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ആ മത്സരത്തെ വിലയിരുത്തുന്നത്? ഒറ്റ കാര്യം ആദ്യം പറയാനുള്ളൂ, ഈ സീരീസിൽ ഇംഗ്ലണ്ടിന് അധികം പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല എന്നുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഭയാനകമായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും മികച്ചൊരു തുടക്കം കിട്ടിയിരുന്നു. 40 റൺസിൻ്റെ ലീഡ് നേടിയിരുന്നു പെർത്തിൽ. അതിനുശേഷമാണ് അവർ തകർന്നടിഞ്ഞ് പോകുന്നത്. അതും മറുഭാഗത്ത് 2 പ്രധാന ബൗളർമാരില്ലാത്ത സാഹചര്യത്തിൽ, അവരുടെ സ്ഥിരം ക്യാപ്റ്റൻ അടക്കമുള്ളവർ ഇല്ലാത്ത സാഹചര്യത്തിൽ താരതമ്യേന ബാറ്റിംഗ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇംഗ്ലണ്ടാണ് മുന്നിൽ എന്നുള്ളതാണ്, ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ള ടീം എന്ന് പറയുന്ന നിലയിൽ. പക്ഷേ ഇതൊക്കെ അപ്രസക്തരാക്കുന്നു. നമ്മളപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ആരില്ലെങ്കിലും ഏതെങ്കിലും ഒരാൾ ഉയർത്തെഴുന്നേക്കും എന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ട്. അത് ഈ ട്രവിസ് സെറ്റിലൂടെ ഒരിക്കൽ കൂടി നമ്മൾ കണ്ടതാണ്. അഹമ്മദാബാദിൽ എന്ത് കാഴ്ചവെച്ചോ അതിനപ്പുറത്തുള്ളൊരു പ്രകടനം അദ്ദേഹം നിർണായകമായിട്ടുള്ള ആഷസിൽ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൽ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഓസ്ട്രേലിയൻ പ്രൊഫഷണലിസം. ഇംഗ്ലണ്ടിൻ്റെ പവർ ഗെയിമും നമ്മളന്ന് പറഞ്ഞിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ പവർ ക്രിക്കറ്റും ഓസ്ട്രേലിയയുടെ പ്രായോഗിക ക്രിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏതാണ്ട് ആഷസിൽ 2600 ചില്ലാനും ടെസ്റ്റുകൾ കളിക്കുമ്പോൾ 26ാമത്തെ ടെസ്റ്റ് മാത്രമാണ് ഈ 2 ദിവസത്തിൽ അവസാനിച്ചു പോയി എന്നുള്ളത്. അതിൽ തന്നെ ആഷസിൽ 7ാമത്തെ മാത്രം സംഭവമാണിത്. ഇതിന് മുമ്പത്തേന്ന് പറയുമ്പോൾ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പേ നടന്നതാണ്, 2 വർഷം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ആധുനിക ക്രിക്കറ്റിൽ ഇങ്ങനെ നമ്മൾ 2.5 ദിവസത്തിൽ അവസാനിച്ച ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പിച്ചിൻ്റെ കുഴപ്പമൊക്കെ പറഞ്ഞു. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ലല്ലോ. ഏറ്റവും മികച്ചൊരു പിച്ച് തന്നെയായിരുന്നു, മികച്ച കളിക്കാരുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇത് സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇങ്ങനെയാണ് ഈ പോക്കെങ്കിൽ ആഷസ് ഓസ്ട്രേലിയയുടെ ഷെൽഫിൽ തന്നെ വിശ്രമിക്കാനാണ് സാധ്യത.